മധുങ്കൾ ഓ ഇനി നമ്മുടെ സെമി ഫൈനലില് സെക്കൻഡ് പെർഫോമൻസുമായിട്ട് എത്താൻ പോകുന്നത് സാരംകുട്ടനാണ്. വിളിച്ചാലോ? തീർച്ചയായിട്ടും. ഓക്കെ, ലെറ്റ്സ് വെൽക്കം നമ്മുടെ സാരംകുട്ടൻ ഓൺ സ്റ്റേജ്. സാരംകുട്ടൻ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ഇവിടുത്തെ ആദ്യം മുതൽ തന്നെ നല്ല രീതിയിൽ നല്ല പ്രൊഫഷണൽ സ്റ്റൈലിൽ പാടിക്കൊണ്ടിരുന്ന ആളാണ്. പിന്നെ ഇവിടുത്തെ ഗ്രൂമിംഗ് എല്ലാം കിട്ടി വീണ്ടും വീണ്ടും ഇമ്പ്രൂവ് ചെയ്ത് വളരെ മികച്ച രീതിയിൽ പാടിക്കൊണ്ടിരിക്കുന്നു. ഇളയരാജ സർ റൗണ്ടിലാണ് ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവിധമായ ആശംസകളും സാരംകുട്ടന് നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം. ചാഞ്ചാടും ഓടപ്പൂവേ താലിപ്പൂമാലയ്ക്കു നീയാണല്ലേ.
ചാഞ്ചാടും ഓടപ്പൂവേ താലിപ്പൂമാലയ്ക്കോ നീയാണല്ലേ. വെരി ഗുഡ് മോനെ, വെരി ഗുഡ്, വെരി ഗുഡ്. കോറസ് നൈസ്. സാരംകുട്ടാ, ഓ. മത്സ്യ കന്യകനായിട്ട് പാടി. താങ്ക് യു സർ. അതെന്താ വെറൈറ്റി അതെന്താ അതിന്റെ അർത്ഥം? അതെങ്ങനെയാ അത്? മത്സ്യകന്യയുടെ ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് കന്യകൻ. കന്യകൻ. അത് രസമുണ്ടായിരുന്നു ആ രീതിയിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈൻസ് എന്ന് പറയുന്നത് രണ്ട് ചരണങ്ങളുടെയും ഇടയ്ക്കുള്ള ആ മിഡിൽ പോർഷൻ ആണ്. അത് നീ കൺസിസ്റ്റന്റ് ആയിട്ട് പാടിയിട്ടുണ്ട്. ആദ്യത്തെ പല്ലവിയിലൊക്കെ ശ്രുതി ഇങ്ങനെ ആടി ആടി ചാഞ്ചാടി ആടി ഉറങ്ങു നീ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ചാഞ്ചാടുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ശ്രുതി വെള്ളത്തിൽ ഒരു ബോട്ട് എടുത്ത് പോണ പോലെ ഉണ്ടായിരുന്നു. ശ്രുതിയെ തിരിച്ച് കരയ്ക്ക് പിടിക്കണേ. ഇത് സെമി ഫൈനലൊക്കെ അല്ലേ? അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുറെ നല്ല ഭാഗങ്ങളുണ്ട്, കുറെ ചെറിയ പ്രശ്നങ്ങളും ഉണ്ട്. ഇത് രണ്ടും കൂടെ എങ്ങനെയാണെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു മാർക്കിലേക്ക് എത്താം എന്ന് കരുതുകയാണ്. കേട്ടോ, നോക്കട്ടെ. സാരംകുട്ടാ, നന്നായിരുന്നു, നല്ല സെലക്ഷനാണ്. ചില ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് പാടി. സഖി നീയോ ഇണയാവാൻ കണി കണ്ടിരുന്നുവോ എന്ന് പാടിയില്ലേ, അത് നല്ലായിരുന്നു. നീ ആഹാ കല്യാണം എന്ന് പാടിയില്ലേ, അവിടെ ഒരു ക്രാക്ക് വന്നു വോയിസില് ഇല്ലേ? പാലും തേനും തുടങ്ങിയില്ലേ, ബീജ് കേട്ട് ഇതാണ്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നന്നായിരുന്നു, വളരെ നന്നായിട്ട് പാടി. സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. നല്ല പാടാൻ ടഫായിട്ടുള്ള ഭാഗമൊക്കെ നല്ല ഈസി ആയിട്ട് എളുപ്പമായിട്ട് പാടിയിട്ടുണ്ട്. അതൊക്കെ നീറ്റായിട്ട് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി അനുപല്ലവിയില് അതൊക്കെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. രസമുണ്ടായിരുന്നു, നല്ലൊരു സെലക്ഷൻ. സാരംകൂട്ടിന് എന്താ പറയാ, സെമി ഫൈനലിൽ പാടാൻ പറ്റിയ ഒരു പാട്ട് കേട്ടോ. ഓക്കെ, മിടുക്കനായിട്ട് പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ആർക്കറിയാം അല്ലേ നമുക്ക്. സാരംകുട്ടന് ഇന്ന് ഒരു പ്രത്യേക മാർക്കാണ്. 97.15 ഔട്ട് ഓഫ് 100. ഓക്കെ സാരംകുട്ട, അപ്പൊ ഇനി വെയിറ്റ് ആൻഡ് സീ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. ഇനി നമ്മുടെ സ്റ്റേജിലോട്ട് വരാൻ പോകുന്നത് ഒരുപാട് ഫാൻ ബേസ് ഒക്കെ ഉള്ള ഇങ്ങനെ വൈറലായി തകർത്തോണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിയാളാണ് വരാൻ പോകുന്നത്. ആളെ എനിക്ക് പിടികിട്ടി. ആണോ? സുബിന്റെ കഞ്ഞിലേക്കാണ് പാറ്റിടുന്നത്, മറക്കണ്ട. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ യാമിക്കുട്ടി ഓൺ സ്റ്റേജ്. നമ്മളൊന്നും വേണ്ട ഇപ്പൊ. എങ്ങോട്ടാ ഓടിക്കൂടെ? എവിടെ പോണേ യാമിക്കുട്ടി? നമ്മളൊന്നും മൈൻഡ് പോലും ഇല്ല. ആരും മൈൻഡ് ചെയ്യുന്നില്ല, ഒരേ ഒരു ലക്ഷ്യം. അതെ, സുബിൻ ചേട്ടൻ. എങ്ങോട്ടാ ഓടുന്നേ? അവിടെ ചെന്ന്. ഹലോ, എന്താ ഉദ്ദേശം? എനിക്ക് കുറച്ച് തിരക്കാണ്. എനിക്ക് പാട്ടിന്റെ നോട്ട്സ് എഴുതാനുണ്ട്. സുബിമോൻ എല്ലാം സെറ്റല്ലേ, ടേക്കിന് സമയമായി. ശശിമോനെ, മോന്റെ ഗിറ്റാർ വലിയ ഗിറ്റാറാന്ന് വിചാരിച്ചിട്ട് സൗണ്ട് കൊണ്ട് വായിക്കരുത്, കുറച്ച് വായിക്കണം. ശശിമോൻ പാട്ടിന്റെ നോട്ട്സ് ഏതാ, സ്കെയിൽ ഏതാ? ഇത് സിമ്പിൾ. മധുവെങ്കിലും ഒരു പാട്ട് പാടെ, യാമിക്കുട്ടി ഗിറ്റാർ വായിക്കാം. അത് സൂപ്പർ. ഏത് പാട്ടാ? എന്റെ കൽബിലെ. എന്റെ കൽബിലാണോ വേണ്ടത്? 1 2 3 4. എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവച്ചൊരെങ്ങുള്ളമൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവച്ചൊരെങ്ങുള്ള മൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. കലക്കി കപ്പയിട്ട് ഇതിന്റെ ഇടയ്ക്ക് അതും ചെയ്തു. സാരിയില്ല, ബാ ഇങ്ങോട്ട് ബാ.
ഏകദേശം. ആർച്ചേച്ചിക്ക് കാണാൻ പറ്റുമോ? കാണുന്നുണ്ട്, എല്ലാം ക്ലിയർ ആണ്. മധുവെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കാണാൻ കാണാൻ പറ്റുന്നില്ലല്ലോ. പറ്റുന്നില്ലല്ലോ. ഇല്ല. ആ ഞാൻ രാമിയല്ല, പിന്നെയോ? ഞാനൊരു ആത്മാവാ. അയ്യോ, ആത്മാവ്. ആത്മാവോ? ആയിരുന്നോ? നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണാൻ പറ്റൂല. എനിക്ക് എന്നെ ലാലങ്കളിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഏത് ലാലങ്കള്? പ്രേതത്തിന്റെ പേര് റീത്ത. ഓ ഓ ഓ, പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായി. പിന്നെ എന്റെ റോസ് മിസ് ഉണ്ട്. റോസ് മിസ് ഇങ്ങനെ ഞെട്ടിയിരിക്കുക. ഇത് എന്തൊക്കെയാ നടക്കുന്നേ? അത് ഓറഞ്ച് മിസ്സാ, റോസ് മിസ് ഒന്നും അല്ല. റോസ് മിസ് തന്നെയാണ്. ഓറഞ്ച് എന്നെ സരിഗമ പദനിസ പഠിപ്പിക്കുന്ന മിസ്സാ. ഓറഞ്ച് മിസ്. ഓറഞ്ച് അല്ലേ അത്? ഓറഞ്ച് മിസ്സാ, ഓറഞ്ച് മിസ്. ഓറഞ്ച് മിസ് അല്ല, സാരി ഓറഞ്ച് ആണ്, പക്ഷെ പേര് റോസ്. റോസ്. അങ്ങനെയാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. റോസ് മിൽക്ക് എന്നൊക്കെ പറയുന്നല്ലേ റോസ് മിസ്. പക്ഷെ എന്റെ അമ്മമ്മയും ഉണ്ട് അവിടെ. എവിടെ മമ്മ? ആ ഹലോ. മുന്നിൽ. ശരി ശരി, ഹലോ. ഓ, ഇപ്പൊ എല്ലാവരുമായിട്ടൊന്ന് വന്നിരിക്കുകയാണല്ലേ. ഒരു ഫാമിലി ഉണ്ട്. പിന്നെ എന്റെ അമ്മയുടെ മുന്നിൽ അമ്മയുടെ അമ്മാവൻ ഇരിക്കുന്നുണ്ട്. ഹലോ. പിന്നെ പിന്നെ ആരല്ലേ? പിന്നെ അപ്പൂസ് മാമൻ. ഹായ് അപ്പൂസ് മോമൻ. പിന്നെ പിന്നെ എന്റെ തലയിൽ കുടുമി കിട്ടിയിട്ടിരിക്കണ ആരാ? കുടുമി കുടുമി. കൊറേ മുടി. എന്റെ പാവ. ഓ, അത് ശരി, യാമിയുടെ പാവയാണല്ലേ. അനിയൻകുട്ടൻ. മീനുകുട്ടാ, യാമിക്കുട്ടി പറഞ്ഞ കേട്ടില്ലേ? എന്താ വേണ്ടത്? ആ ഗിറ്റാർ എനിക്ക് തരാൻ അങ്ങനെ പറഞ്ഞോ പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക്? അതൊന്ന്. എന്നാ കൊടുത്തേക്കട്ടെ, കൊടുത്തേക്കട്ടെ. ആർക്ക്? തിരിച്ചു എം ജി തരൂല അങ്കിളിന്. ചിലപ്പോ. എന്റെ ഗിറ്റാറാണ്. അവന്റെ കയ്യിന്ന് എന്റെ ഗിറ്റാറിന്റെ കളർ എന്റെ അമ്മമ്മയുടെ സാരിക്കും ഉണ്ട്. സെയിം പിഞ്ച്. ഇത് റോസ് മിസ്സിനാ ചേരണേ ഈ ഗിറ്റാർ. പാട്ട് ആർക്ക് വേണ്ടി പാടുന്നതാന്നറിയോ? ആർക്കാ? എന്റെ മണിയും കൂടി തച്ചനും അച്ഛമ്മേനോ അച്ഛമ്മ മണിയും കൂടെ തത്തച്ഛനോ? ആരാ? അച്ഛനും അച്ഛമ്മയുടെയും വേണ്ടി ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അച്ഛമ്മയുടെയും വേണ്ടി. വേണ്ടി. അച്ഛന്റെ പേര് അജിത് അച്ഛൻ. അച്ഛമ്മയുടെ പേര്? അച്ഛമ്മയുടെ പേര് പ്രേമ അച്ഛമ്മ. ആ, പ്രേമ ഓക്കേ. അച്ഛമ്മ. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് പാടിക്കൊടുക്കുന്നത്. ആ സ്പെഷ്യൽ. എന്നാ ഞാൻ പാടട്ടെ? All the best. All the best. പക്ഷെ മീനോട് ചേച്ചി എന്റെ അമ്മയുടെ കയ്യിൽ ഗിറ്റാർ കൊടുക്ക്. കൊടുക്കാൻ കൊടുക്കാം, കൊടുക്കാം. പോവാ. മീനുകുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓൾ ദി ബെസ്റ്റ്. അയ്യോ എം ജെ വിളിച്ചെനിക്ക് പേടിയാവും, ഞാൻ അറിയാതെ കൊടുത്തു പോവും. അയ്യോ വേണ്ട. നാ, 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 താ, നാ, 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 താ, നാ, 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 നാ. ഇത് കണ്ട കണ്ട കണ്ട. എന്നാ ഞാൻ ഇങ്ങോട്ട് വരുന്നുമില്ല. അവിടെ അതെന്താ? പോന്ന്. ആ ഗിറ്റാർ കൊടുത്താൽ ഞാൻ വരൂല. ഒയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ആ ഗിറ്റാർ അത് കൊടുത്താൽ ഞാൻ പാവല്ലേ, വരൂല. നോക്കിയിട്ട് പാട്ട് തിരിച്ചു പാടണ്ടേ? തരും. ഗിറ്റാർ കൊടുത്താൽ വരൂല എന്നാ ഞാൻ ചോദിച്ചേ. അത് നോക്കിയിട്ട് പൊന്നിനെ. തിരിച്ചു തരും. എം ജെ അങ്കിൾ നന്നായി വായിക്കുന്നുണ്ട് യാമിക്കുട്ടി. അത് പാട്ട് കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന കാറ്റിനെ മറക്കാൻ. കഞ്ചി കഞ്ചിയോ? കഞ്ചി കഞ്ചി അല്ല, കൊഞ്ചി ആ, കൊഞ്ചി കൊഞ്ചി. ആ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ എംജംഗിൾ ഓൾ ദ ബെസ്റ്റ് തരുന്നില്ല. എംജംഗിൾ എന്താ all the best? ബിസിയാ. അത് ഗിറ്റാർ വായിച്ച് അതിലായി പോയി. തിരക്കാ. ആ ഗിറ്റാറിലേക്ക് ശ്രദ്ധ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ? അതെ 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 അതെ. എന്നാ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ആ. സൂപിനങ്കിളെ, ആ. എന്റെ ഗിറ്റാറിന്റെ എംജംഗിൾ വായിക്കുന്നു. ആ, യാമിക്കുട്ടി, ഓ ഗുഡ് താങ്ക് യു. ഈ ഗിറ്റാർ അങ്കിളിന് ഗിഫ്റ്റ് ചെയ്തില്ലേ? താങ്ക് യു സോ മച്ച്. എന്താ ഗിറ്റാർ? ഇല്ലെങ്കിൽ ഞാനും തിരിച്ചു വരുന്നില്ല. ഞാനൊന്ന് അവിടുന്ന് പോവുക. പാട്ട് എഴുതി തരാം, പാട്ട് എഴുതി തരാം. ആ, പാടിക്കഴിഞ്ഞാ തരും. അല്ലെങ്കിൽ ഞാൻ മേടിച്ചു തരാം പൊന്നിന്. പോരെ? അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആ ഉടുപ്പ് കലക്കിയിട്ടുണ്ട് കേട്ടോ. ആ സൂപ്പർ. ആ കമ്മലോ അതിനും മനോഹരം. എന്നാ ഞാൻ ഊരി തരട്ടെ. മധുവങ്കളിനാ? മധുവങ്കൾ ഓൾറെഡി 2 കമ്മലുണ്ട്. അത് മധുവങ്കളിലെ കുട്ടികൾക്ക് വേണ്ടി. കുട്ടികളോ? ഓക്കെ, അത് ആൺകുട്ടികളാ കുട്ടികൾക്ക് കൊടുത്തേക്കാം. മധുവങ്കളിന്. പെണ്ണുണ്ടോ? പെണ്ണില്ല പെണ്ണില്ല. ആണേ ഉള്ളൂ ആളേ ഉള്ളൂ? ആണേ ഉള്ളൂ, പെണ്ണില്ല. ചേച്ചിക്ക് പെണ്ണുണ്ടോ? ഇല്ലടാ, ഇത് പെണ്ണാ. ഞാൻ പെണ്ണാടാ. അങ്കിൾക്ക് പെണ്ണുണ്ടോ? ഉണ്ട്, മീനുകുട്ടി ഉണ്ട്. ഞാനുണ്ട്. എന്നാ ഈ കമ്മലെടുത്ത പാട്ട് കഴിഞ്ഞിട്ട് തരാം. ശരി ശരി, ഓക്കെ ഓക്കെ.
സൂപ്പർ. കലക്കി കലക്കി അടിപൊളി. ഭയങ്കര സങ്കടമായി പോയി. എന്റെ പാട്ട് കേട്ടിട്ടോ? ആ പാവല്ലേ, ഒരു സങ്കട പാട്ട് പാടി. കരയാൻ പോണു. അതാ കരയാൻ പോണു. ആ സമാധാനിപ്പിക്ക്. വാ വാ വാ, അയ്യോ പാവം, സമാധാനിപ്പിക്ക്. ഓടിപ്പോയി ഉമ്മ കൊടുത്തോ? ആ ഇവിടുന്ന് തരാൻ പോയി. അശ്ശോ, സുന്ദരി പാറു. താങ്ക് യു. അച്ഛ സുന്ദരി കുട്ടി. ആ, പാട്ട് പാടിയിട്ട് ശ്വാസം മുട്ടിപ്പോയോ? ആ, എവിടെ 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 ശ്വാസം മുട്ടി? ശ്വാസം മുട്ടി? എവിടെ ഇവിടെയാണ് മുട്ടിയത്. ഇവിടെ ആര് ചേച്ചി? ഇവിടെ ശ്വാസം മുട്ടി പാട്ട് പാടിയപ്പോ. അതാണ് എങ്ങനെ ഇന്ന് ശ്വാസം വലിച്ചേ? ആ, ഏ ആ. നല്ല നല്ല സ്ട്രെയിനായി. അങ്ങനെയാണെങ്കിൽ ഫുള്ളായിട്ട് അങ്ങനെ ഇങ്ങനെ എങ്ങനെ എങ്ങനെ അങ്ങനെ വലിക്കാൻ പാടില്ല. പിന്നെ കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന കാറ്റിനെ മറക്കാൻ. അങ്ങനെ അത്ര അവിടെ അവിടെ വേണം ബ്രത്ത് എടുക്കാൻ. പിന്നെ അത് അത് കഴിഞ്ഞിട്ട് ഒറ്റ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, പിന്നെ ഇല്ല. അവിടെ മാത്രമേ ഉള്ളൂ. അവിടെ മാത്രം ശ്വാസം എടുത്താൽ മതി. പിന്നെ പാട്ടിൽ ബർത്ത് എടുക്കൂല. പിന്നെ ആ ഒറ്റ ശ്വാസത്തിന്റെ breath-ല് ആവശ്യമില്ല. full പാട്ട് പാടിക്കോണം. ആ എല്ലാം റെഡി. വിലോലമായി പാടിയത് എങ്ങനെയാ? ലോലമന അതാണല്ലോ. അപ്പൊ എംജങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. പിന്നെ പിരിയാന്ന് പാടിയില്ലേ? പിരിയാൻ ഉള്ള വിചാരം. ഓ. അതെങ്ങനെയാ എന്നെ പിരിയാനുള്ള വിചാരം? എന്നെ എന്നെ പിരിയാൻ. Yes, yes, yes. ഉഗ്രനായിരുന്നു കേട്ടോ. അതൊക്കെ സൂപ്പർ ആയിരുന്നു. ഇവിടെ അടുത്തെത്തിയപ്പോഴേ ഈ കമ്മലിന്റെ ഭംഗി കാണുന്നത്. കൊള്ളാട്ടെ, കമ്മൽ എനിക്ക് തരണേ. ആ തരാ. അയ്യോ അത് എം ജെ സാറിന് കൊടുക്കാന്ന് പറഞ്ഞല്ലേ കമ്മല്? അല്ല എനിക്ക് ഗിറ്റാർ കിട്ടി. അയ്യോ ദേ അഴിക്കണോ? ദേ വേണ്ട, ഊരി വേണ്ട, തരുന്നു. വേണ്ട, വേണ്ട. അതവിടെ വെച്ചോ. വേണ്ട, ഇപ്പൊ വേണ്ട, ഇപ്പൊ വേണ്ട. എടുത്തോട്ടെ. അവിടെ വെച്ചോ. പോകുമ്പോ മതി, എനിക്ക് പോകുമ്പോ മതി. ആ. പോകുമ്പോ മതി. ദേ അഴിച്ചു കഴിഞ്ഞു. ആഹാ. ഞാൻ എടുത്തോണ്ട് പോന്ന് നല്ല അത് ഊരി ഊരി. എടുത്തിട്ടാ. പറിച്ചെടുത്ത് ഓ താങ്ക് യു. പിടിച്ചോ. പണയമൊക്കെ എന്താന്ന് വെച്ചാ ചെയ്യണേ. ആ ഇനി എന്താ വേണ്ടേ? എനിക്ക് ഗിറ്റാർ, മധുവിന് കമ്മല്. വെരി ഗുഡ്. ഇനി എന്താ വേണ്ടേ? യാമിക്കുട്ടിക്ക് എന്താ വേണ്ടേ? ഐഫോൺ തരുന്ന ആരോ പറഞ്ഞിരുന്നത്. ഐഫോൺ ഇപ്പൊ എടുത്തോണ്ട് വരാനാ. ആ. ഐഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ എവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ 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 എവിടെ? നീ അത് അച്ഛന്റെ കയ്യിലുണ്ട്. ഈ കമ്മൽ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തോ? എന്നാ ഇല്ല ഇല്ല, അത് അങ്കിളെടുത്തോ. എടുത്തോ അതൊന്നും വേണ്ട. മധുവങ്ങളിൽ പെണ്ണുണ്ടോ? എം ജി ഞങ്ങൾക്ക് പെണ്ണുണ്ടോ? പെണ്ണുണ്ടോ? ആര് ചേച്ചിക്ക് പെണ്ണുണ്ടോ? അതാണോ ഇത്? അങ്കിളിനോടാണ്. ആ. ഇത് അച്ഛന്റെ ഫോണല്ലേ? ഇത് അച്ഛന്റെ ഫോണൊന്നല്ല, ഐഫോണാ. എനിക്ക് പഴയ ഫോണൊന്നും വേണ്ട. ഈ പുതിയ ഇത് ഫോൺ. പഴയ ഫോണല്ല, ഇത് ഇത് പഴയ ഫോണാ. കാര്യം പറയട്ടെ, ഇത് ആ. പുതിയ ഫോണാ. ഇത് ഇത് കടയിൽ നിന്ന് വാങ്ങിയ പുതിയ ഫോണായിരുന്നു. അത് അച്ഛൻ പോകുമ്പോൾ വഴിയിൽ നിന്ന് അറിയാതെ താഴെ വീണുപോയി. അപ്പൊ നോക്കുമ്പോ ഇതുവരെ പൊട്ടിപ്പോയി. അപ്പൊ എന്ത് ചെയ്യാനാണ്? പുതിയ ഫോണാ പക്ഷെ പൊട്ടിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? എനിക്ക് പുതിയ ഫോൺ വേണം. പുതിയ ഫോൺ തന്നെ ഇത് വേണം. ഇത് പറ്റൂല. എന്നാ പുതിയ ഫോൺ വേറെ ഇപ്പൊ കൊണ്ടുവരാം. ആ അടുത്ത ആളുടെ ഫോൺ. ആർക്കാ ഈ കൂട്ടത്തിൽ നല്ല ഫോണുള്ളത്? റോസ്മിസ്. റോസ്മിസിന്റെ ഫോൺ. അവിടെ ചോദിക്കുക ആരടുത്ത പുതിയ ഫോൺ ഉള്ളതെന്ന്. അടുത്ത പ്രാവശ്യം മേടിച്ചിട്ട് വരാം. ആ ഇത് തന്നെയല്ലേ എല്ലാ പ്രാവശ്യം പറയണത്? ഞാൻ പറ്റിച്ചതൊന്നും അല്ല. പറ്റിച്ചു നന്നായിട്ട് പറ്റിച്ചു. ആ ആ, അതുകൊണ്ട് ഞാൻ ഐഫോണിന് വരെ ഈ ഗിറ്റാർ എടുക്കും. ഈ ഗിറ്റാർ സുബിനങ്കിളുടെ മോൾക്ക് വേണ്ടി വാങ്ങിച്ചതാ. പക്ഷെ എന്നെ ഇഷ്ടമായിട്ട് എനിക്ക് തന്നതാ. അല്ലോ ഓ, അങ്ങനെ ഒരു കഥയുണ്ടോ അത്? അത് ശരി. എന്റെ പുറകിൽ ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലേ? ആ. അത് ശരി. ആഹാ. ആ, അത് അമ്മയുടെ കയ്യില് സേഫ്. ഇനി ഇങ്ങോട്ട് വായോ. കൂടി കൊണ്ടുപോക്കോ? ഇത് വേണ്ടേ? ഇല്ല വേണ്ട, അത് അങ്കിൾ എടുക്കട്ടെ. ഇത് ആരുടെ കമ്മലാ ഇത്? എടുക്കട്ടെ അത്. ഇത് മധുവങ്കിളിന്റെ കമ്മല. കൊടുക്ക് കൊടുക്ക്. മധുവങ്കിളിന് കൊടുക്കണം. ഓ താങ്ക് യു താങ്ക് യു പിടിച്ചോ. കൊണ്ടുപോയിട്ട് താങ്ക് യു. അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് മധുകളിട്ടോ കാതിലിട്ടോ. ഇട്ട് കൊടുത്തോ. ഭാര്യ ഇതിന്റെ ചങ്കി ആയിരിക്ക്. അല്ല ഇതിന്റെ വേറെ കമ്മലെടുത്തോ. ഇതിന്റെ ഒരു മധുരമഴ നമ്മുടെ യാമിക്കുട്ടിക്ക്. വിളിക്കുന്ന കാറ്റിനെ മറക്കാൻ പൂവാങ്കുരുന്നിലേക്കാകുമോ? 1 2 3 4 5 6
7 മതിയോടാ. എന്താ മതിയാ? ശരി, ഓക്കെ, ബൈ. See you. See you tomorrow. Bye. MJ uncle, യെസ്. നമ്മുടെ ഇളയരാജ സാറുടെ ഹിറ്റ്സ് റൗണ്ടിൽ പാടാനായിട്ട് സെമി ഫൈനലിലെ സെക്കൻഡ് സോങ്ങുമായിട്ട് മൈഥിലി കുട്ടി എത്താണ്. മൈദു. യെസ്, ലെറ്റ്സ് വെൽക്കം നമ്മുടെ മൈദു ഓൺ സ്റ്റേജ്. മൈഥിലിക്കുട്ടി എന്തൊരു വോയിസ് ആണ് അല്ലേ. ഈ കൈവെള്ളയിൽ ഇങ്ങനെ സംഗീതം കൊണ്ടു നടക്കുന്ന ഒരാളാണ്. നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 2 ഓഡിഷൻ വന്നു 5 വയസ്സിൽ. പിന്നെ സീസൺ 3, സീസൺ 4, സീസൺ 5, സീസൺ 6 ഇത്രയും ട്രയൽസ് ചെയ്തു. 5 ട്രയൽസ് ചെയ്തു. അതിൽ സീസൺ 6 ഇവിടെ എത്തി. പിന്നെ ആ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഭൂതപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. കഴിഞ്ഞ പാട്ടിലെ മാർക്ക് കണ്ടില്ലേ, 97.5 ആണ്. ഇപ്പോൾ ഒരു ബോംബുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദേവസംഗീതം നീയല്ലേ എന്നുള്ളത്. റിഹേഴ്സൽ ഒന്ന് നോക്കാം. നീയല്ലേ നുകരാൻ ഞാനാരോ.
വെരി നൈസ്. സൂപ്പർ. സൂപ്പർ. എനിക്കൂടാ എന്തോ ഒരു കുട്ടിയുണ്ടേ, ആ. ഒരു ചുന്തിരി കുട്ടിയാണ്. സീസൺ 2 വന്നു, കിട്ടിയില്ല. സീസൺ 3, 4, 5 കിട്ടിയില്ല. സീസൺ 6 വന്നു, കിട്ടി. കിട്ടി. ഇതാ ഇവിടെ നിക്കണു, ഗംഭീരമായിട്ട് പാടി. സെമി ഫൈനൽ വരെ എത്തിക്കഴിഞ്ഞു. യെസ്. അനുപല്ലവി ചരണം. ഇതിന്റെ ഫസ്റ്റ് 2 ലൈൻസ് ഉണ്ടല്ലോ, ഇമോഷണലി അത് നമ്മളെ കൊണ്ടുപോകും ആ രീതിയിലാണ് കേട്ടോ. ഫസ്റ്റ് പല്ലവിയില് ഒരു ഗ്ലുമിന്ന് ജസ്റ്റ് ഒരു എസ്കേപ്പ് ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാ കുറച്ച് ടെൻഷൻ കേറിയിട്ട് ഈ മണ്ണിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നൊരു ഇങ്ങനെ അയ്യോ, വിഴുങ്ങി. അത് ജസ്റ്റ് രക്ഷപ്പെട്ട അതെ, അതെ, അതെ. Just രക്ഷപ്പെട്ടു. ഓർമ്മയില്ലേ? ആ. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ അത്. അത് രക്ഷപ്പെട്ടോണ്ട് കൂടുതൽ ആൾക്കാർ അറിഞ്ഞിട്ടില്ല കേട്ടാ, നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ളൂ. അതെ. അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ, സീക്രട്ട് ബിറ്റ്വീൻ അസ്. ഓക്കെ. ആ പിന്നെ മേളില് പോകുന്നില്ലേ, അത് ആ സംഗതി ശീലുകൾ സംഗതി നന്നായിരുന്നു അല്ലേ. അതെ, നല്ല ബിർണായിരുന്നു. beautiful ആ ലൈൻ നല്ലായിരുന്നു, ബിർണായിരുന്നു. പ്രിയനെ വരൂ ഇല്ലേ, അത് കറക്റ്റ് താളത്തിനും ആയിരിക്കണം. പ്രിയനേ വരൂ അല്ലേ. ആ അത് ഒരു ശ്വാസത്തിലും ആയിരിക്കണം. പിന്നെ വരൂന്റെ എൻഡില് ഒരു നല്ലൊരു ക്രസന്റോ വന്ന് നിക്കണം. മധുകൂട്ടാ, എന്തോ ഒരു ആഗ്രഹം, ആ ഒരു ചരണം ഒന്നും പാടുമോ ഇത് ട്രൈ ചെയ്യാം. With full ഞാൻ orchestra. കുറെ നാളായി പാടിയിട്ട് ട്രൈ ചെയ്യാം. പഠിക്കും. ചിലും സ്വരമൂപുരം ദൂരശിഞ്ചിതം പൊഴിയുമ്പോ ഉതിരുമീ മിഴിനീരിലൻ പ്രാണവിരഹവും മലിയുന്നു. ഇവിടെ നിൻ മധുരശീലുകൾ മൊഴികളെ നോവല്ലേ. സ്മൃതിയിലോ പ്രിയ സംഗമം ഹൃദയമേ ഞാനില്ലേ. സ്വരം മൂകം വരം ശോകം പ്രിയനേ വരൂ വരൂ. അടിപൊളി. ഇപ്പൊ പ്രിയം വന്നോ? ഓടി വന്നു. ഓടിച്ചാടി വന്നു. മൈഥിലി കുട്ടി, എന്തോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഒത്തിരി നന്നായിട്ട് പാടി കേട്ടോ. ആകെ ഇപ്പൊ പറഞ്ഞ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഉഗ്രനായിരുന്നു. താങ്ക് യു സർ. ഓക്കെ. മൈഥിലിക്കുട്ടി, എന്തോ മൈഥിലിക്കുട്ടിയുടെ ഈ ഒരു ജേർണി ഇങ്ങനെ ആലോചിക്കായിരുന്നു ഞാൻ. ആ തുടക്കത്തിലെ ഫസ്റ്റ് പെർഫോമൻസ് ഈ ഒരു സെമി ഫൈനലിന്റെ സെക്കൻഡ് പെർഫോമൻസിലേക്ക് വരുമ്പോഴത്തേക്ക് വന്നിട്ടുള്ള പ്രോഗ്രസ് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മൈഥിലി ആ ജേർണിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എസ്പെഷ്യലി ഇന്നത്തെ ഈ ഒരു പാട്ട് ഇതുപോലെ ഇവിടെ മൈഥിലിക്കുട്ടി പാടി വെക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം, ഒരു സ്പെഷ്യൽ ഹാപ്പിനെസ് ഫീൽ ചെയ്യാണ്. അഭിമാനമുണ്ട്, ശരിക്കും അഭിമാനമുണ്ട്. നല്ല ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. ആ ഹൈ റേഞ്ചിൽ പോകുമ്പോഴുള്ള മൈഥിലിക്കുട്ടിയുടെ ആ ശബ്ദം, ആ ടോണ് നല്ല ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് ശരിക്കും സെമി ഫൈനലിൽ ഒരു പുതിയ മൈഥിലിക്കുട്ടിയെ കിട്ടിയ പോലത്തെ ഒരു ഫീൽ. ആൻഡ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി മൈഥിലിക്കുട്ടിയുടെ ഒരു വർത്ത് റിമെമ്പറിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു കേട്ടോ. ഇന്ന് മിടുകിയായിട്ട് പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഇന്നത്തെ നമ്മുടെ മാർക്ക് അല്ലേ. So for the semi-final, the second song, Maithili Kuti is going to be awarded 98.5 out of 100. താങ്ക് യു സർ. നമ്മുടെ മൈഥിലിക്കുട്ടിയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. ആൻഡ് ആര്യ ചേച്ചി, ഇടുക്കി. വെൽക്കം. കൺഗ്രാറ്റുലേഷൻസ് മൈദു. താങ്ക് യു ചേച്ചി. ഒന്നാമത്തത് നമ്മുടെ പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു ഗിഫ്റ്റ് ചാമ്പർ. പിന്നെ നമ്മുടെ ഇന്നത്തെ കുട്ടി സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്, ഒരു ഉടുപ്പ്. അപ്പം കൺഗ്രാറ്റുലേഷൻസ് മൈഥിലിക്കുട്ടി. സെമി ഫൈനലില് പെർഫോമർ ഓഫ് ദ ഡേയും കൊണ്ടാണ് ഇപ്പം തിരിച്ചു പോകുന്നത്. പോകുന്നത്. സെക്കൻഡ് പെർഫോമൻസിന്. അപ്പൊ താങ്ക് യു ആര്യ ചേച്ചി. മൈഥിലിക്കുട്ട കൺഗ്രാറ്റ്സ്. താങ്ക് യു. നോക്കാം. ബൈ. ബൈ. ഹലോ, നമ്മുടെ
ആവണിക്കുട്ടിയുടെ പെർഫോമൻസ് ആണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ദേ ആളിങ്ങനെ തിരക്കിട്ടിട്ട് അവിടെ കാര്യങ്ങളും പാട്ടുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ആവണിക്കുട്ടിയുടെ സെക്കൻഡ് പെർഫോമൻസ് ആണ് ഇത് സെമി ഫൈനലിൽ. ഫസ്റ്റ് പെർഫോമൻസ് താഴ്വാരം മൺപൂവേ എന്ന് പറഞ്ഞ പാട്ട് 96.5 ആയിരുന്നു ആവണിക്കുട്ടിയുടെ സ്കോർ. ബ്യൂട്ടിഫുള്ളായിട്ട് ആവണിക്കുട്ടിക്ക് പാടാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഓൾ ദി ബെസ്റ്റ് പറയാം. ഓക്കെ ആവണിക്കുട്ടി, ഓൾ ദി ബെസ്റ്റ്. നന്ദകിശോരാ ഹരേ മാധവാ നീയാണെന്നഭയം തിരുമേയണിയും ശ്രീതിലകങ്ങളിൽ തിരുമേയണിയും ശ്രീതിലകങ്ങളിൽ വരഗോരോചനമാവാ ഞാൻ നിൻ പ്രിയ സങ്കീർത്തനമാവാ. ഓം ജയ ജയ ശൗരേ ഹരി ഓം ജയ ജയ ഭഗവാൻ. ഓം ജയ ജയ ശൗരേ ഹരി ഓം ജയ ജയ ഭഗവാൻ. നന്ദകിശോരാ ഹരേ മാധവാ നീയാണെന്നഭയം തരളിതമാമിൻ കരളൊരു യമുനാ നദിയായി പാടുന്നു നിന്നെ തേടുന്നു. തരളിതമാമിൻ കരളൊരു യമുനാ നദിയായി പാടുന്നു നിന്നെ തേടുന്നു. വനമലർമാലേ അറിയുന്നു. ഓം ജയ ജയ ശൗരേ ഹരി ഓം ജയ ജയ ഭഗവാൻ. ഓം ജയ ജയ ശൗരേ ഹരി ഓം ജയ ജയ ഭഗവാൻ. കണ്ണിൽ പൂക്കും കാട്ടുകടമ്പായി കാതര ജന്മം നിന്നൊരുകുന്നു. നന്ദകിശോരാ ഹരേ മാധവാ നീയാണെന്നഭയം ചിന്മയഭാവം തിരുമുരളികയിൽ ചേർക്കും ശ്രീരാഗം നേരാമോംകാരം. ചിന്മയഭാവം തിരുമുരളികയിൽ ചേർക്കും ശ്രീരാഗം നേരാമോംകാരം. ഹൃദയപരാഗം ചാർത്തുമ്പോൾ ഓം ജയ ജയ ശൗരേ ഹരി ഓം ജയ ജയ ഭഗവാൻ. ഓം ജയ ജയ ശൗരേ ഹരി ഓം ജയ ജയ ഭഗവാൻ.
കുട്ടി നന്നായി പാടി. സ്വാമിനി കലക്കിയല്ലോ. താങ്ക് യു സർ. നന്നായിരുന്നു കേട്ടോ, ഉഗ്രനായിട്ട് പാടി. Thank you, സൂപ്പറായിട്ട് sir. പാടി. Thank Yes, yes, yes. ചില ഭാഗങ്ങളൊക്കെ അനുപല്ലവിയുടെയും ചരണത്തിൻ്റെ അനുപല്ലവിയുടെ നിന്നെ തേടുന്നു, അതുപോലെ കണ്ണീർ പൂക്കും കാട്ടുകടമ്പായി കാതര ജന്മം നിന്നൊരുകുന്നു, അനുപല്ലവിയുടെ അതൊക്കെ എസ്പെഷ്യലി ആ സൂപ്പറായിട്ട്. നിന്നെ അതെ. എടുത്ത ആ ഭാഗം. അതെ അതെ അതെ. പിന്നെ ലാസ്റ്റ് പല്ലവിയിൽ ആണ് കുറച്ച് ഒരു അതുവരെ വന്നതിൻ്റെ കൺസിസ്റ്റൻസി അവിടെ പോയി. കുറച്ചും കൂടി ഒന്നൊരു ക്ലാരിറ്റി വേണമെന്ന് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഹമ്മിങ് കേട്ടോ. അത്രയേ ഉള്ളൂ, ബാക്കിയെല്ലാം സൂപ്പർ ആയിരുന്നു. കലക്കി. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. വരഗോരോചനമാകാം, അത് ഇത്രയും നന്നായിട്ടൊന്നും പാടാൻ പാടില്ല. മോശമാണ് അതൊക്കെ. വെരി ബാഡ്. വെരി ബാഡ്. പിന്നെ പ്രിയ സങ്കീർത്തനമാവാം, അത് അതിനേക്കാളും നന്നായിട്ട് പാടി. വല്ല ആവശ്യമുണ്ടോ? ഓരോ ലൈനായിട്ട് പറയേണ്ടി വരും കേട്ടാ. അതെ. തരളിതമാ നിന്നെ തേടുന്നു, അതെങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു, സൂപ്പർ ആയിരുന്നു. സൂപ്പർ ആയിരുന്നല്ലേ? വല്ല ആവശ്യമുണ്ടോ? പിന്നെ അതിനിടയിൽ ശ്രീരാഗം എന്ന് മാത്രം പാടി. അതെ, അത് ശ്രീരാഗം. ശ്രീരാഗം. ശ്രീ. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണമായിരുന്നു, നമുക്ക് എഴുതി വെക്കാൻ. വേറൊന്നും കിട്ടിയില്ല. ചെറിയ ഇങ്ങനെ ഇതൊക്കെ വെച്ച് നോക്കണം, ഭൂതക്കണ്ണാടി വെച്ച് നോക്കേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ പാടിയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടേ? പിന്നെ കണ്ണീർ പൂക്കും കാട്ടുകടമ്പായി കാതര ജന്മം നിന്നൊരുകുന്നു, അതിലെ ഉള്ളിൽ പൂക്കും ലഹരി ഏതോ കയ്പോ മധുവോ നിർവൃതിയോ, ഇത് രണ്ടും അതിസുന്ദരമായിരുന്നു. ഇങ്ങനെ സൂപ്പറായി പാടിയ നമ്മൾ എന്ത് ചെയ്യും? നല്ല ഡിവിനിറ്റി ഉണ്ടായിരുന്നു. അതാണ് ഡൈനാമിക്സ്, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഡൈനാമിക്കലി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇന്നത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല പല ഏരിയകളും ഡൈനാമിക്സ് നോക്കുമ്പോഴത്തേക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു 96.75 ആയാലോ മധു? മധു നമുക്ക് നോക്കിയാ ഓക്കെ അല്ലേ? അപ്പോ ഇന്ന് ആവണിക്കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 98. ചുമ്മാ അല്ലാട്ടോ നിൽക്കണേ. ആവണിക്കുട്ടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. രണ്ട് ഗിഫ്റ്റ് ഉണ്ട് നമുക്ക്. ഒന്ന് പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം. സ്വാമിനിയുടെ ജട പിടിച്ച മുടി മാറാനായിട്ട് നല്ലതാണ്, നല്ലൊരു എണ്ണമാണ്. അടുത്തത് സ്വാമിനിക്ക് ഇനി കാവ്യ എടുത്ത് മുഷിഞ്ഞെങ്കിൽ മടുത്തെങ്കിൽ കിൻഡർ മോക്സ് നൽകുന്ന നല്ല ഉടുപ്പുണ്ട്. അതെ, നമ്മുടെ ആവണിക്കുട്ടിക്ക് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. താങ്ക് യു മധു അങ്കിൾ. താങ്ക് യു സ്വാമിനി, കൊണ്ടുതരാം. MJ അങ്കിൾ, ഇനി വരാൻ പോകുന്ന ആരാന്നറിയോ? ഇനി വരാൻ പോകുന്നത് നമ്മുടെ സെമി ഫൈനലിലെ സെക്കൻഡ് പെർഫോമൻസും ആയിട്ട് ദിയക്കുട്ടിയാണ്. സെമി ഫൈനലിന്റെ രണ്ടാമത്തെ പാട്ട് പാടുകയാണ് നമ്മുടെ ദിയക്കുട്ടി. ദിയക്കുട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം മുതൽ ഈ നിമിഷം വരെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പാടുന്ന ഒരു കുട്ടിയാണ്. ഒരു പ്രൊഫഷണൽ സിംഗർ എങ്ങനെയാണോ പാടുന്നത് അതുപോലെയാണ് ദിയക്കുട്ടി ഇവിടെ പാടാറുള്ളത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇതും വളരെ മികവുറ്റതാക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. ഓൾ ദ ബെസ്റ്റ് ദിയക്കുട്ടി, നന്നായി പാടൂ. ഗോഡ് ബ്ലെസ് യു.
സുഖസങ്കട സംഗമമുള്ളൊരു വാഹിനി നീ ആരോ പാടുന്നു ദൂരെ ആത്മാവിൽ നോവുള്ള പോലെ മോഹന വീണമൂളും സതിരാടിയ നാളുകളിൽ നേരിയ നൊമ്പരങ്ങൾ വിരലോടിയ നാദവുമിൽ വർഷകാല വാത്സല്യമോ പേതിറങ്ങില്ലേ ഹർഷമെന്ന ഹേമന്തമോ മിന്നലാവുകില്ലേ ഓയ് സ്നേഹവിരുന്നുടനീളം നിറത്തീനറയാവുകയില്ലേ മൂകതയെന്ന മരാളം ചില നേരമൊരുങ്ങുകയില്ലേ നഴലിൽ കൊണ്ടു പൊതിഞ്ഞൊരു വേദന നീ ആരോ പാടുന്നു ദൂരെ ആത്മാവിൽ നോവുള്ള പോലെ ഈറൻമുളം തണ്ടിൽ നിശ്വാസമോടെ പ്രാണന്റെ സംഗീതം ചേരുന്ന പോലെ ഓർമ്മ വന്നൊരുമ്മ തന്ന പോലെ ആരോ പാടുന്നു ദൂരെ വെരി നൈസ് സൂപ്പർ. എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? കുറച്ചു മുമ്പ് ഒരു സന്തോഷം തോന്നുന്നുണ്ട്. സന്തോഷം തോന്നുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുവോ? അത് അറിയില്ല. ഇഷ്ടപ്പെടും. എന്തോയോ ഏ എന്തോയോ ഒറ്റ കാര്യം പറയാം, എ വെരി വെരി ചലഞ്ചിങ് സോങ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. യെസ്. ശരിയാണോ? ഇത് എന്തുകൊണ്ടാണ് ചലഞ്ചിങ് ആവുന്നത്? ബ്രീത്തിന്റെ കറക്റ്റ്, യെസ്. yes. ഡ്യുവറ്റ് ആണ്. അതെ. there is the point. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സെലക്ഷൻ എടുത്തിരിക്കുന്നത്? സ്വന്തം ബ്രത്തിനെ ചലഞ്ച് ചെയ്യാൻ? അല്ല പിന്നെ എന്ന കാര്യങ്ങൾ അങ്ങോട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞേക്കാം. അതായിരിക്കും നല്ലത്. അതല്ലേ നല്ലത്. കുട്ടി വിഷമിച്ചിരിക്കുകയാണ്. പറഞ്ഞോളാം. ആ ചലഞ്ച് ഏറ്റെടുത്തത് നമുക്ക് ഒത്തിരി ബോധിച്ചിരിക്കണം. Yes. അത് വെരി ടഫാണ്, പക്ഷെ അത് വളരെ ഇന്റലിജന്റ് ആയിട്ട് അത് കള്ളത്തരത്തിൽ ഞാൻ കണ്ടുപിടിച്ചേട്ടാ എങ്ങനെയാണത് പാടിയെന്നുള്ളത്. കുറച്ച് ശ്വാസം കുറച്ച് എന്താണ് കുറച്ചുകൂടെ ലെവൽ കുറച്ച് ശ്വാസം അടുത്തത് എടുക്കാനുള്ള സൗകര്യത്തിന് അതിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു വലിച്ചിട്ടല്ലേ അങ്ങനെയല്ലേ പാടിയത്? അങ്ങനെ പാടി. ആ, അതെനിക്ക് മനസ്സിലായി. അതുവരെ എങ്ങനെയോ എങ്ങനെ ഒപ്പിച്ചു അതുവരെ? അത് ഒപ്പിച്ചത് നമുക്ക് ഒത്തിരി ബോധിച്ചു. Yes. അത് സാധാരണക്കാർക്കൊന്നും ഇങ്ങനെ ഒപ്പിക്കാൻ വരില്ല പറ്റില്ല. അത്. പിന്നെ ചില ഇടങ്ങളൊക്കെ അസാധ്യമായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. അത് സ്ട്രെയിറ്റ് ടു ഹാർട്ടാണ്. ഒരുപാട് ഞാനിവിടെ സൂപ്പർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് സുഖ സങ്കട സംഗമമുള്ളൊരു വാഹിനി നീ, അതെ. മഴവില്ലൊളി കൊണ്ട് പൊതിഞ്ഞൊരു വേദന നീ. അനുപലുടെയും ചരണത്തിന്റെ അത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ദിയക്കുട്ടി ഒന്ന് റിലാക്സ് ചെയ്തത് ലാസ്റ്റ് പല്ലവി വന്നപ്പോൾ. യെസ്.
അപ്പൊ ഇങ്ങോട്ട് വരുന്ന പുതിയ എക്സ്പ്രഷൻസ്, അതിന്റെ പേസിലുള്ള ഒരു വ്യത്യാസം, യെസ് കുറച്ചുകൂടെ ഇൻവോൾവ്മെന്റ്. യെസ് ഇത് ഫസ്റ്റ് പല്ലവിലും അതുപോലെ ഒരു ഇൻവോൾവ്മെന്റ് കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ തുടക്കത്തില് ഐ തിങ്ക് ശ്രുതി ചേരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടങ്ങിയില്ലേ. ബിഗിനിങ് ജസ്റ്റ് ശ്രുതി മാത്രം വെച്ചിട്ട് ഒരു പാഡ് മാത്രം വെച്ചിട്ട് പാടിയില്ലേ, അവിടെ ശ്രുതി ചേരാത്ത പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. വൺസ് പാട്ട് തുടങ്ങിയപ്പോൾ ഫീൽ ആവുന്നു. അതാണ് ഇന്നത്തെ കഥ. അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്ലാനുകൾ ഇവിടെ അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ പ്ലാനുകൾ നമ്മൾ ഒളിപ്പിച്ചു വെക്കണം, വേറെ ഒരാളും കണ്ടുപിടിക്കാൻ പാടില്ല. അത് ശ്രദ്ധിച്ചോ കേട്ടോ. പക്ഷെ എന്ത് ഒളിച്ചു വെച്ചാലും നമ്മൾ കണ്ടുപിടിക്കും. അതാണ് പോയിന്റ്. അപ്പൊ പീക്ക് ചെയ്യേണ്ട സമയം, ദിസ് ഇസ് ജസ്റ്റ് ദ റൈറ്റ് ടൈം ഫോർ യു ടു പീക്ക് കേട്ടോ. ദിയാജി എന്താ സാർ? ദിയാജി എന്താ സാർ? എന്താ ദിയാജി എന്ന് വിളിക്കണ സംശയം തോന്നിയോ? എന്താ ഉണ്ട്? റെസ്പെക്ട്. ആ ജീവിതത്തിൽ ജി എവിടെ പോയി? ആ ജി എടുത്ത് ഇവിടെ കൊണ്ടുവന്നാ ഞാൻ. ഓ അനുപല്ലവിയിലത്തെ ജി. ജീവിതം എന്നും എന്നുമില്ല ഞാൻ ജി. കുട്ടിന്റെ ജീവൻ നിൽക്കുക. ഞാൻ വിചാരിച്ചു അതായിരിക്കുമെന്ന്. കൺഫ്യൂഷൻ ആയിരുന്നോ തുടങ്ങാനായിട്ട്? പെട്ടെന്ന് മനസ്സിലായില്ല. ആ അപ്പൊ കുഴപ്പമില്ല, ജി മിസ്സായത് മാത്രം. ബാക്കിയെല്ലാം എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു. ഇഷ്ടോ? ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സാർ. ദിയാജി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു സാർ. ദിയക്കുട്ടാ എന്താ ചേച്ചി? എന്താ പറയണ്ടേ? ദേ, ഇത്രയും പെർഫോമൻസ് കഴിഞ്ഞിട്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കോൺഫിഡന്റ് ആണ്, നല്ല രസമാണ്, ഇതൊന്നും പറയാൻ ബാക്കിയില്ല. ഡൈനാമിക്സ് അടിപൊളിയാണ്, നല്ല ഫീലാണ്, നന്നായി ഇതൊക്കെ കേട്ട് പാടുന്നുണ്ട്. കേട്ട് ദിയക്കുട്ടി തന്നെ കേട്ട് മടുത്തു. കേട്ട് മടുക്കുകയും ചെയ്തു. ശരി, മിടുക്കി 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 മിടുക്കി. ഹാപ്പി ഹാപ്പി. And I want to underline and say that we, the three of us, are very happy to award you 98.75 on 100 today. നോ ഡൗട്ട് നമ്മുടെ ദിയാജി ആണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. ഇനി വേറെ ആളെ വിടാൻ പറ്റില്ല. MJ സർ തന്നെ അങ്ങോട്ടേക്ക് പോകേണ്ടതാണ്. രണ്ട് ഗിഫ്റ്റാ ഉള്ളത്. ഒന്ന് നമ്മുടെ പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം. താങ്ക് യു. പിന്നെയുള്ളത് നമ്മുടെ ടോപ്പ് സിംഗറിലെ ഇന്നത്തെ ലിറ്റിൽ സൂപ്പർ സ്റ്റാറിന് കിൻഡ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. അപ്പൊ MJ അങ്കിൾ താങ്ക് യു സോ മച്ച്. ദിയക്കുട്ടി താങ്ക് യു. താങ്ക് യു. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരു സെമി ഫൈനൽ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. പക്ഷേ ഇന്നുകൊണ്ടൊന്നും തീരുന്നില്ല. നമ്മൾ നാളെ വീണ്ടും കാണാൻ പോവാണ് ടോപ്പ് സിംഗറിന്റെ ഒരു ഗ്രാൻഡ് സെമി ഫൈനൽ. കാരണം നാളത്തെ എപ്പിസോഡിൽ നമുക്കറിയാൻ പറ്റും ആരൊക്കെയായിരിക്കും നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് നമ്മളോടൊപ്പം യാത്ര ചെയ്യാന്നുള്ളത്. പ്രേക്ഷകരും ഞാനും ഒക്കെ ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത് അറിയാനായിട്ട്. അപ്പൊ നാളെ സംശയമില്ലല്ലോ, നല്ല വാശിയേറിയ മത്സരമായിരിക്കും നാളെ നടക്കാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുക. ഇന്ന് തൽക്കാലത്തേക്ക് മാത്രം നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ ബൈ, സീ യു.